കിടക്കുന്നുവെന്ന വാർത്ത വരുമ്പോഴും അദ്ദേഹം അതിനെ അതിജീവിക്കും എന്നൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാരണം ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ പറഞ്ഞപ്പോഴും ഒരു ഫൈറ്ററായ മാണി സാർ ഈ രോഗത്തോടും ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ ഇവിടെയൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു, നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കേരളം കണ്ട അതുല്യനായ രാഷ്ട്രീയ പാർലമെന്ററി പ്രതിഭയാണ്. പാർലമെന്ററി രംഗത്ത് പ്രഗത്ഭമതികളായ ഒട്ടനവധി പേർ നമുക്കുണ്ടായിട്ടുണ്ട്. ആ പ്രഗത്ഭമതികളായ പാർലമെന്റേറിയന്മാരുടെ നിരയിൽ പ്രമുഖ സ്ഥാനമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിക്കാനായ സന്ദർഭം ഈ അവസരത്തിൽ ഞാൻ ഓർക്കും. കാരണം എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ ഭാവത്തോടെ താൻ ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടാകും. അത് മന്ത്രിയായാലും മന്ത്രി അല്ലെങ്കിലും ആ രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. ഞാൻ നിയമസഭാ സ്പീക്കറായിരുന്ന കാലത്ത് അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. ധനകാര്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം AK ആന്റണി മന്ത്രിസഭയിൽ അംഗമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അധികമായി ഇടപെടുമ്പോൾ കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതാണ്. കൃത്യമായി ഇടപെടുന്ന വിഷയത്തെക്കുറിച്ച്, കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു രൂപരേഖ, കൃത്യമായൊരു കുറിപ്പ്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ അത് ആധികാരിക ശബ്ദമായി മാറി. ഇപ്പൊ നിയമസഭയിൽ ചിലപ്പോഴൊക്കെ സങ്കീർണങ്ങളായ പല പ്രശ്നങ്ങളും, ചില ചട്ടലംഘനത്തിന്റെ പ്രശ്നം, നിയമപ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ എല്ലാവരും അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കും. പക്ഷെ മാണി സാറിന്റെ ഒരു പ്രത്യേകത ഭരണഘടനാ തത്വങ്ങള്, നിയമങ്ങള്, നിയമസഭാ ചട്ടങ്ങൾ, ആരോഗ്യകരമായ കീഴ്വഴക്കം, അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അതൊരു ആധികാരികമായ അഭിപ്രായമായി നിയമസഭ കണക്കിലെടുത്തിരുന്നു. എല്ലാവരും പരിഗണിച്ചിരുന്നു എന്നുള്ളത് ഇത് പറയുന്ന മറ്റൊരു കാര്യമാണ്. ഒരേ നിയോജകമണ്ഡലത്തിൽ നിന്ന് തന്നെ അരനൂറ്റാണ്ടിലേറെ കാലം നിയമസഭയിലെത്തുക എന്നുള്ള അത്യപൂർവമായ ബഹുമതി അദ്ദേഹത്തിന് അവകാശപ്പെടുന്നതാണ്. ശ്രീ VM സുധീരനാണ് KM മാണിയെ അനുസ്മരിച്ചത്. MP വീരേന്ദ്രകുമാറിന്റെ അനുസ്മരണത്തിലേക്ക്. അദ്ദേഹവും ഞാനുമായി ഏതെല്ലാം വേദികൾ പങ്കിട്ടിട്ടുണ്ടാവും.